പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റബ്ബർ മരങ്ങൾ കൊണ്ട് ഫർണിച്ചർ നിർമ്മിക്കുന്ന കമ്പനിയിൽ പുതുതായി ഒരാൾ ജോലിക്ക് കയറി. മികച്ച ശമ്പളവും ജോലി സാഹചര്യവും ഉള്ളതിനാൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും മരങ്ങൾ വെട്ടിവീഴ്ത്തി പല കഷ്ണങ്ങളായി മുറിച്ച് അടുക്കി വെക്കുകയാണ് അയാളുടെ ജോലി. അതിന് ആവശ്യമായ പണിയായുധങ്ങൾ കമ്പനി നൽകുകയും ചെയ്തു. ആദ്യ ദിവസം ആവേശത്തോടെ പണിയെടുത്ത അയാൾ 15 മരങ്ങൾ മുറിച്ചെടുത്തു. ജോലിക്കാരൻ്റെ ആത്മാർത്ഥതയിൽ മതിപ്പ് തോന്നിയ മാനേജർ അയാളെ അഭിനന്ദിച്ചു. അടുത്ത ദിവസം കൂടുതൽ ആവേശത്തോടെ ജോലിയെടുത്തെങ്കിലും 14 മരങ്ങൾ മാത്രമേ മുറിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. നിരാശനായ അയാൾ പിന്നീടുള്ള ഓരോ ദിവസവും കൂടുതൽ ആവേശത്തോടെ ജോലി ചെയ്തു. എന്നാൽ മുറിക്കുന്ന മരങ്ങളുടെ എണ്ണം ദിവസം തോറും കുറഞ്ഞു വന്നു. 20-ാം ദിവസം വെറും 5 മരങ്ങൾ മാത്രം മുറിച്ച അയാൾ നിരാശയോടെ മാനേജറുടെ അടുക്കലെത്തി. ഇപ്പോൾ എത്ര പരിശ്രമിച്ചിട്ടും ഒരു ദിവസം 5 മരങ്ങളിൽ കൂടുതൽ മുറിക്കാൻ കഴിയുന്നില്ലെന്നും ഒരുപക്ഷെ താൻ ഈ ജോലിക്ക് അനുയോജ്യനല്ലാത്തതുകൊണ്ടാകും ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതിനാൽ താൻ ജോലി രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അയാൾ മാനേജറെ അറിയിച്ചു. അയാളുടെ ആത്മാർത്ഥതയിൽ സംശയമില്ലാതിരുന്ന മാനേജർ എന്നാണ് അവസാനമായി അയാൾ തൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയതെന്ന് അന്വേഷിച്ചു. ജോലിക്ക് കയറിയ ദിവസം മുതൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അയാൾ മറുപടി പറഞ്ഞു. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാതെ വന്നതിൻ്റെ കാരണം അയാൾക്ക് മനസ്സിലായി. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി അയാൾ ജോലി പുനരാരംഭിക്കുകയും പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ കഴിവുകളുടെ മൂർച്ച കൂട്ടേണ്ടത് ആവശ്യമാണ്. പുതിയ അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചിന്താശൈലിയിലൂടെയും കഴിവുകൾ മൂർച്ചപ്പെടുത്തിയെടുക്കുമ്പോൾ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമുക്ക് കഴിയുന്നു. ഓരോ വർഷം കൂടുമ്പോഴും നാം നമ്മെ തന്നെ പുതുക്കണം എന്നാണ് പറയാറുള്ളത്. വ്യത്യസ്തവും മനോഹരവുമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. എല്ലാ ദിവസവും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് യാന്ത്രിക ജീവിതം നയിക്കുന്നതിലും എത്ര മനോഹരമാണ് നിശ്ചിത കാലയളവിനു ശേഷം സ്വയം റീഫ്രഷ് ചെയ്ത് പുതിയ ഒരാളായി മാറുന്നത്. സ്വയം ബോറടിക്കാതിരിക്കാൻ അത് സഹായിക്കും. സ്വന്തം പ്രകടനങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിയണം. കുറവുകൾ തിരിച്ചറിയുന്നതുവഴി കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.